ഹാരിക സോൾട്ട് എടുത്ത്. ഇതാ. ഇതിന്റെ മണം ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റ്. താങ്ക് യു. നന്നായിട്ടുണ്ട്. നീ ചെയ്ത കാര്യവും നന്നായിട്ടുണ്ട്. വൈഷ്ണവി എല്ലാ കാര്യവും പറഞ്ഞു. എനിക്കൊരുപാട് ദേഷ്യം വന്നു. സോറി പറയിപ്പിക്കാൻ മാത്രം നീ അയാളെ എന്താ ചെയ്തേ? ഒന്നുമില്ല, പെമ്പിള്ളാരോട് കളി വേണ്ട, അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അയാളത് മനസ്സിലാക്കി സോറിയും പറഞ്ഞു. ഹാരിക, എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. നീയും ഡോണും കുറേ വർഷമായിട്ട് പ്രണയത്തിലല്ലേ? പിന്നെന്തിനെങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? അതാണ് ഞങ്ങളുടെ പ്രണയം. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പെണ്ണ് പ്രണയത്തിൽ വീഴും മുമ്പ് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. നീ മാത്രം മതി, വേറൊന്നും വേണ്ടാന്ന് അവരോട് പറയും. പ്രണയം സക്സസ് ആയതിനു ശേഷം അവരെന്തിനാ ബ്രേക്കപ്പ് ചെയ്യുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഡോൺ എന്നെ ലൈഫ് ലോങ് ലവ് ചെയ്യാൻ വേണ്ടി അവൻ എന്നെ കിട്ടിയില്ല എന്ന് പോലെ ഇരിക്കണം. ചില മീനുകൾക്ക് സമുദ്രത്തിനേക്കാളും നല്ലത് അക്വേറിയമാ. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഇതുവരെ അവനോട് ഐ ലവ് യു പറഞ്ഞിട്ടില്ല. അങ്ങനെയാണോ? പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയും? ഷനു, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന് സ്നേഹം ഉണ്ടാവുമ്പോ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രണയം വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ്. നമ്മൾ ശരിക്കും മനസ്സുകൊണ്ട് പ്രണയിച്ച അതവർക്ക് മനസ്സിലാവും. ഡോൺ വളരെ ലക്കിയാ, നിന്നെപ്പോലൊരു പെൺകുട്ടി കിട്ടിയില്ലേ. സത്യമായിട്ടും അങ്ങനെയൊന്നുമില്ല, ഞാനാണ് ലക്കി. ഇതുപോലെ കുട്ടികളെ പോലെ പെരുമാറുന്ന ഒരുത്തനെ കിട്ടിയല്ല. എന്തെങ്കിലും വഴക്കുണ്ടായ ആദ്യമേ തന്നെ എന്നോട് വന്ന് സോറി പറയും. അത് ആരുടെ തെറ്റായാലും. ശരി, രണ്ടുപേരും ലക്കിയാ. ഒരാൾ മെച്ചൂറും ഒരാൾ കിഡും. ഓക്കെ ഓക്കെ. ഷനു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രണയിക്കുന്നത് വലിയ കാര്യമല്ല, അത് ലൈഫ് ലോങ് കൊണ്ടുപോകുന്നതാ കാര്യം. ശരി, വാ കഴിക്കാം. ഞാൻ അവരെ വിളിക്കാമേ. വൈഷ്ണവിയെ, ലൈഫ് ലോങ് എനിക്ക് ഇതുപോലെ തന്നെ സ്നേഹിക്കണം. വൈഷ്ണവി, നിനക്ക് കോഡിലുള്ള എയറിന്റെ ഫംഗ്ഷൻ ഞാൻ അയച്ചിരുന്നു, കണ്ടിരുന്നോ? ഫംഗ്ഷനാലിറ്റി ഡീബഗ് ചെയ്ത് കോഡ് കറക്റ്റ് ആക്കി നിന്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഷനു. കോൾ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചേ, പക്ഷെ ഡയറക്റ്റായിട്ട് പറയുന്നത് നല്ലതെന്ന് തോന്നി. എന്തിനെന്നറിയില്ല. ഒരു നിമിഷത്തേക്ക് ബ്രെയിൻ ഓഫായി പോയി. എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. വല്ലാതെ കരച്ചിൽ വന്നു. ജോബ് റിസൈൻ ചെയ്താലും തോന്നി. നീ ചെന്ന് എന്താ സംസാരിച്ചെന്നറിയില്ല. അയാൾ വന്ന് സോറി പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. പക്ഷെ അതിനു മുന്നേ എന്തോ പറഞ്ഞല്ലോ, കൈ ഒടിച്ച് കൈ തരുമെന്നൊക്കെ. നമ്മളങ്ങനെ ഡയലോഗ് അടിക്കും, പക്ഷെ അതിനുള്ള ധൈര്യം വേണ്ടേ? സ്ത്രീകളുടെ ശരിക്കുള്ള ധൈര്യം നിങ്ങളെ പോലുള്ള ആണുങ്ങളാ. കോൾ. ഹലോ, ഓഫീസ് തന്നെ ഉള്ളേ. ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ പറഞ്ഞേ. വൈഷ്ണവി, യു കപ്പ്. വൈഷ്ണവി, ആരുമില്ലല്ലോ. അത് കപ്പിലെന്തോ കറയിരുന്നു, അത് തുടക്കായിരുന്നു. വൈഷ്ണവി കപ്പ് മറന്നു. അതെന്താ കോഫി കുറഞ്ഞു പോയല്ലോ? നീ എന്റെ കോഫി ഇല്ല, നിന്റെ കോഫി എന്തിനാ ഞാൻ കുടിക്കുന്നേ? ഞാൻ തമാശ പറഞ്ഞല്ലേ, എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? ഷനു, കോഡ് ഞാൻ നിനക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞു, ബഗ്സ് ഒന്നുമില്ല. ഓക്കെടാ, കോഡ് ഞാൻ ചെക്ക് ചെയ്തിട്ട് ക്യൂയിലേക്ക് അയച്ചേക്കാം. ഓക്കെ ഷനു. ഡോൺ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു.
ഞാൻ നിനക്ക് വേണ്ടിയും കൂടി ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. ലഞ്ച് സമയത്ത് കഴിക്കാൻ ഹാരിക. എന്തുപറ്റി നിന്റെ വോയിസിനൊരു ചേഞ്ച്? ത്രോട്ട് ഇൻഫെക്ഷൻ ആണോ? മനസ്സിലായി, ഇത് ഓഫീസ് ടൈമാണ്. നീ നിന്റെ ജോലി നോക്ക്. ഹായ് ഗായ്സ്. ഹായ്. ഹായ്. ഗുഡ് ന്യൂസ് ഗായ്സ്, അരവിന്ദ് നമ്മുടെ കൂടെ ട്രിപ്പിന് വരുന്നുണ്ട്. പെർഫെക്റ്റ് അരവിന്ദ്. മനോഹർ എവിടെ പോകുന്ന ഡിസൈഡ് ചെയ്തോ? ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല ശ്രുതി. എവിടെയെങ്കിലും ഒരു ലോങ് ട്രിപ്പ് പോവാന്നേ. ഒരുപാട് ലോങ് ട്രിപ്പ് ആയ എന്റെ കടം തീർക്കാനും കുറച്ച് ലോങ് ആയി പോകും. പൈസ എല്ലാം EMI അടച്ച് തീർക്കുക. എടാ മനോഹർ, ഞാനില്ലേ ഇവിടെ. മാനേജർ ഉള്ളപ്പോ എംപ്ലോയുടെ പേഴ്സ് എന്തിനാ? Exactly. ആ ഷനു, ഏതെങ്കിലും ഒരു സ്ഥലം ഡിസൈഡ് ചെയ്യടാ. ആ വികാരബാദിലേക്ക് പോയാലോ? 2 days എന്തായാലും വീക്കെൻഡ് അല്ലേ, സൺഡേ നൈറ്റ് തിരികെ എത്തുകയും ചെയ്യാം. സെറ്റ്. ഓക്കെ. ഓക്കെ മനോഹർ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാരും ആഡ് ചെയ്തേക്കെ. ഓക്കെ. ഗ്രൂപ്പിന്റെ പേര് ഞാനിടാം. പറയുന്ന കേൾക്കും, ഗ്രൂപ്പ് ഒന്നും വേണ്ട. 24 മണിക്കൂറും തൊല്ലയായിരിക്കും. ഒരു ബന്ധവുമില്ലാത്ത ഫോർവേഡ് മെസ്സേജും ആവശ്യമില്ലാത്ത ഡിസ്കഷൻസും. ഈയിടെയായിട്ട് സ്റ്റിക്കേഴ്സ് ഇടുന്ന കുറച്ച് കൂടുന്നുണ്ട് എല്ലാവർക്കും. കോൺസെൻട്രേഷൻ മുഴുവനും ഫോണിലായിരിക്കും. അതുകൊണ്ട് പേഴ്സണൽ മെസ്സേജ് ആയിരിക്കും നല്ലത്. എന്താ ഓക്കെ അല്ലേ? ഓക്കെ. ശരി, നിങ്ങൾ എന്തെങ്കിലും ഡിസൈഡ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ കം. ഓക്കേ. സോ എന്ത് ചെയ്യാം, എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? എടാ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് ഹാപ്പിയാണെടാ. നമ്മൾ ട്രിപ്പ് പോയിട്ട് എത്ര നാളായി. ഞാനും നല്ല ഹാപ്പിയാടാ. വൈഷ്ണവി വരുന്നോണ്ടല്ലേ? നിനക്കെന്താ വൈഷ്ണവി അത്രയ്ക്ക് ഇഷ്ടം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വൈഷ്ണവി എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. ഞാൻ അവളെ കാണുന്നതാണെങ്കിലോ വൈഫായിട്ടും. ഡയറക്റ്റ് വൈഫോ? അതായത് ഞാൻ വൈഷ്ണവിയെ കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. പക്ഷെ വൈഷ്ണവിക്ക് എന്നെ ഇഷ്ടമുണ്ടോന്ന് അറിയില്ല. ആ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലയന്റ് വരുന്നതിന് മുൻപ്. ഇപ്പോ വൈഷ്ണവിയുടെ മനസ്സിൽ നീ ഹീറോ ആണാ? വൈഷ്ണവി യഥാർത്ഥത്തിൽ എന്റെ പെങ്ങളായിരുന്നെങ്കിൽ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തന്നേനെ. ഷന്നോളിയ. ഒന്ന് മതിയാക്കട്ടെ നിന്റെ ഓവർ ആക്ഷൻ. ഷന്നു, ഈ ട്രിപ്പ് ഒരു നല്ല അവസരമായി കരുതി വൈഷ്ണവിയോട് നിന്റെ മനസ്സിലുള്ളതൊക്കെ പറയണ. എടാ ഇനി മതിയാക്കാം. ആ സ്യൂട്ട്കേസ് കണ്ടില്ലേ, വീട് മാറി പോകുന്ന പോലെ ഉണ്ട്. ഷന്നോളിയ, എന്റെ പെങ്ങളെ നോക്കണേ. ഡാ വേറൊരു കാര്യം. മനസ്സിലായി. വൈഷ്ണവി ഫ്രണ്ടിൽ ഇരുത്തണം, ഞാൻ ബാക്കിലിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. താങ്ക്സ് ഡാളിയ. ശരി അളിയാ. ഹേയ്, ക്യാമ്പിംഗ്ടൺ ടേബിൾ ക്രേസി. ഡിക്കി അടച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും പുറകെ ഇരുന്ന ഞാനെന്താ ഡ്രൈവറാ? മനോഹർ വന്ന് മുന്നേ ഇരിക്കാൻ നോക്ക്. വേണ്ട, ഫ്രണ്ടിൽ ചെറിയ സീറ്റ്, ബാക്കിൽ വലിയ സീറ്റാ. ഞാൻ എവിടെ ഇരുന്നോളാം. വൈഷ്ണവി, നീ ഫ്രണ്ടിൽ പോക്കോ. എന്റെ അമ്മേ, എനിക്ക് മുമ്പിലിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഡോണും ഹാരിക്കാൻ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് പെട്ടെന്ന്. ഏയ്, നീ എല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ബെഡ്ഷീറ്റ്, ടവല്, ഹെഡ്ഫോൺ, അതെ, ടാബ്. നിക്ക് നിക്ക്. നമ്മള് 10 days ട്രിപ്പിനല്ല പോകുന്നത്. വീക്കെൻഡ് ട്രിപ്പിന് എന്തിനാ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്? ആദ്യം നീ മൊബൈൽ ചാർജർ എടുത്തോ. ശരി, ബ്രഷ് എടുത്തായിരുന്നോ? ആദ്യം നീ ഓർത്ത് വെക്കേ. വെൽക്കം. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. ഡോ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തല്ലോ. ഇവൻ വീണ്ടും ബ്രഷ് മറന്നിട്ട് വന്നിരിക്കുക. അത് ലവേഴ്സ് എന്തിനാളിയ 2 ബ്രഷൊക്കെ? അല്ല, അരവിന്ദ് ഇതുവരെ വന്നില്ലല്ലോ. അതാ ഞാനും നോക്കുന്നത്. ചിലപ്പോ അവന്റെ വൈഫിന്റെ പെർമിഷൻ വാങ്ങിക്കണമായിരിക്കും. ഭാവിയിൽ നീയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഹായ് ഗൈസ്. വാവ്,
കൊള്ളാലോടെ ഈ കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട്. ആ, ഇപ്പോഴാ വൈബ് സെറ്റായേ. ആ. എന്താ ഇത്ര ലേറ്റ് ആയേ? ആ ഷർട്ടില് പൂ പൂക്കുന്നവരെ വെയിറ്റ് ചെയ്ത് കാണും. അരവിന്ദ് എല്ലാവരോടും പറയാം, ഈ 2 days നോ ഓഫീസ്, നോ വർക്ക് ടോപ്പിക്, ഓൺലി ചിൽ. ഓക്കെ ലെറ്റ്സ് ഗോ. വാ Let's go. നമുക്കൊരു സെൽഫി എടുത്തേക്കാം. പൂക്കള ഷർട്ടിന്റെ അടുത്ത് ഞാൻ. ബിൽ. അരവിന്ദ് കൊടുത്തോ? ഏ? ആ, ആ, ചിക്കൻ ഫ്രൈ. Wow, chicken. Wow, chicken. എനിക്കും കൂടെ. ഉം. ക്രേസി ആയിട്ടുണ്ടല്ലേ. ക്യാമ്പ് ഫയർ, ഗ്രിൽ ചിക്കൻ, മ്യൂസിക്, സെറ്റ്. Yeah. Yeah. മോനെ ഇതൊക്കെയാണ് ലൈഫ്. അതെ. അതാണ് ഷനു ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർഡാ. സൂപ്പർ. എന്നെ കംപ്ലീറ്റ് നോൺ വെജിറ്റേറിയൻ ആക്കി മാറ്റിയതാ. അവന്റെ കയ്യിലെന്തോ മാജിക് ഉണ്ട്. താങ്ക് യു. ഗൈസ്, ദിസ് ഈസ് ദ ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. താങ്ക് യു എവരിവൺ. എന്തു പറ്റി അരവിന്ദ്? അതായത് ചെറുപ്പം മുതൽ ഞാൻ ലൈഫിനെ പറ്റി പ്ലാൻ ചെയ്ത് പണം ഉണ്ടെങ്കിലേ ലൈഫിലെല്ലാം ഉള്ളെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സമ്പാദിക്കാൻ തുടങ്ങി. US UK പോലെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തു. അങ്ങനെ എൻ്റെ ലൈഫ് ഫുള്ള് ബിസി ആയിപ്പോയി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബിസിനസ് മീറ്റിങ്സ്, ട്രിപ്സ്, ക്ലയൻസ് അല്ലാതെ നിങ്ങളെപ്പോലെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ കൂടെ എത്ര ജോലിയായിട്ടിരിക്കണമെന്ന് വിചാരിച്ചാലും മാനേജറിൻ്റെ റോൾ ഇടയ്ക്ക് കയറി വരും. അതുകൊണ്ട് നിങ്ങൾ ലേറ്റായിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞ നുണകളെല്ലാം ഞാൻ ആ 4 ചുവരിനുള്ളിൽ നന്നായിട്ട് ആസ്വദിക്കുമായിരുന്നു. അതിനുശേഷം ഷനുവിനെയാണ് ഞാൻ അതുപോലെ കണ്ടത്. ഒരുപാട് തവണ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ ഷനു ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. പക്ഷെ ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. താങ്ക് യു എവരിവൺ. നമുക്ക് ഇതുപോലത്തെ ട്രിപ്പ് ഇനിയും പോകണം. അരവിന്ദ്, ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. നമ്മൾ ഇതുപോലെ ട്രിപ്പ് ആ. ഇടയ്ക്കിടയ്ക്ക് പോകണം. എന്താ അരവിന്ദ്? ഇപ്പൊ എന്തിനത്ര ഇമോഷണൽ ആവുന്നേ? ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കില്ല. ശരി, ഉം. ഓക്കെ. എന്താ ഷനു ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തിനാ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഏയ് അതൊന്നുമില്ല, ഉറക്കം വന്നില്ല. അടുത്തത് എന്താ നെക്സ്റ്റ് പ്ലാൻ? അതല്ല, അരവിന്ദ് എന്ന് പറഞ്ഞില്ലേ നീ മാറിപ്പോയി ഫ്രണ്ട്ലി ആയിന്നൊക്കെ? ഏയ് അതൊന്നുമില്ല വൈഷ്ണവി. ലൈഫിലെല്ലാം മുന്നേ പ്ലാൻ ചെയ്യാറുണ്ട്. എങ്ങനെ ഇരിക്കണം, എന്ത് ചെയ്യണം, അതിനുവേണ്ടി എത്ര വേണേലും കഷ്ടപ്പെടുകയും ചെയ്തു. അവസാനത്തെ ഇങ്ങനെ ഓൺ സൈറ്റ് വന്ന് ഹാപ്പി ആയിരിക്കും, അവിടെ തന്നെ സെറ്റിൽ ആവണം. ഞാൻ ലൈഫ് അങ്ങനെ ഈസി ആയിട്ട് എടുക്കാറില്ല വൈഷ്ണവി. ഞാൻ ഒന്നില്ല വിശ്വസിക്കുന്നത്, പ്ലാൻസ് ആർ നത്തിങ്, പ്ലാനിങ് ഈസ് എവറിത്തിങ്. അപ്പം നീയോ? ഞാൻ നിന്നെ പോലെ അല്ല ഷനു. ഈ പ്ലാനിങ് ഇതൊന്നും എനിക്കറിയില്ല. ലീവ് ഫോർ ദ മൊമെൻറ്റ് ടൈം. ഞാൻ എവറി മൊമെൻറ്റിലും എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ, ഗോൾ അങ്ങനെയൊന്നുമില്ല. ഗോ വിത്ത് ഫ്ലോ. അടുത്ത സെക്കൻഡിലെ ജീവിതത്തിൽ എന്താ സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഡെസ്റ്റിനി ഞാൻ ഫിക്സ് ചെയ്യാറില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതാ, ഡോണ്ട് ഫിക്സ് യുവർ ഡെസ്റ്റിനി, ജസ്റ്റ് വെയിറ്റ് ഫോർ ദ ഡെസ്റ്റിനി. അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഡിഫറെൻറ്റ് പോൾസ് ആണല്ലേ? ഓപ്പോസിറ്റ് പോൾസ് അല്ലേ എപ്പോഴും അട്രാക്റ്റ് ആവുന്നത്. നിന്നോട് ഇനി എന്നാ ഐ ലവ് യു പറയാൻ പറ്റുമോ?
ഇന്നത്തെ വെതർ കൊള്ളാല്ലേ? ഉം. നന്നായിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് ഷനു. മൈൻഡ് നല്ലോണം റിലാക്സായി. ട്രിപ്പ് ഇത്രയും നന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചുമ്മാ കറങ്ങി കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തുകൊണ്ട് വരുന്ന ഞാൻ കരുതിയെ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചേ. സത്യം പറഞ്ഞാൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ട്രിപ്പ്. ഹാരിക, ഡോൺ, മനോഹർ, അരവിന്ദ്, ശ്രുതി നല്ല ടീമായിരുന്നു. ഐ എം റിയലി ലക്കി ടു വർക്ക് വിത്ത് യു ഗൈസ്. താങ്ക് യു മിസ്റ്റർ ഷാനു. വൈഷ്ണവി, എന്തിനാ ഇത്ര ഇമോഷണൽ ആയ? ഫ്രണ്ട്ഷിപ്പ് ഹാക്ക്. ബൈ. ബൈ. ഏയ് വൈഷ്ണവി, ആ? നാളെ എപ്പോഴും ഞാൻ വന്ന് പിക്ക് ചെയ്യണ്ടേ? നാളെ ഞാൻ ഓഫാ. ചെറിയ US വരുന്നുണ്ട്. സോ എല്ലാവരും അങ്ങോട്ട് പോവും. ഫാമിലി ഗ്യാതറിങ്ങാ. ഞാൻ ഡയറക്റ്റായിട്ട് ട്യൂസ്ഡേ എത്തിക്കോളാം. ഓക്കെ, ബൈ. അരവിന്ദ് എടാ. എന്താ അരവിന്ദ്, ട്രിപ്പിനൊക്കെ ഞങ്ങളെ കൂടെ വിളിക്കായിരുന്നില്ലേ? എടാ വിളിക്കണമെന്ന് വിചാരിച്ചാടാ, പക്ഷെ അവരുടെ ബാച്ച് മാത്രമല്ലേ ഉള്ളായിരുന്നു. നെക്സ്റ്റ് ടൈം എന്തായാലും ലഡാക്കിൽ പോവാം ഫ്ലൈറ്റിൽ. ഓക്കെ ഓക്കെ ഓക്കെ, പോയി അടിച്ചു പൊളിക്കാം അരവിന്ദ്. ആ കള്ളമല്ലടാ, സത്യമായിട്ട് പറഞ്ഞാ പിസ്സ ഓർഡർ ചെയ്യാം. കഴിച്ചുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യും. ആ ഛേ, എന്ത് ഫോട്ടോയാണ് മനോഹർ നീ എടുത്തു വെച്ചിരിക്കുന്നത്? എന്ത് മാർബിൾ ഫാൻ ആണെന്ന് പറഞ്ഞാലും എല്ലാം ബ്ലറായിരിക്കാം, ഒന്നിന് പോലും ക്ലാരിറ്റി ഇല്ല. നീ എടുത്ത ഫോട്ടോസ് കണ്ടില്ലേ, മൊത്തം ഡാർക്കാ. പകല് സമയത്ത് എങ്ങനെയാടാ ഡാർക്കാവുന്നേ? എന്തൊക്കെ വലിയ DC ഫാനാന്ന് പറഞ്ഞാലും ഒരു ഫോട്ടോ എടുക്കാൻ പോലും അറിയില്ല. ഇവര് മാറില്ല. കുറെ നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക ഞാൻ എവിടെയാന്ന്. ഡാ, ഇത് ഞാനാണോ? അത് കുറച്ച് നാള് മുമ്പല്ലേ ഷനു ക്ലാസ് എടുത്തേ. നമുക്ക് ഇഷ്ടമുള്ള ആളിന്റെ അടുത്തൊന്നും പഠിക്കണം. അവരോട് വഴക്കൂടാൻ പാടില്ല. ഫാൻസിന്റെ വഴക്കിനെ പറ്റി നിനക്ക് എന്തറിയാ ഹാരിക? ഹീറോസ് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല, മനസ്സിലായോ? മനോഹർ, ഈ ബ്ലറായിരിക്കുന്ന പിക്ക് കണ്ടോ? ഈ പിക്ചർ നമ്മളോട് എന്തോ പറയുന്ന പോലെ. ഡാർക്ക് ആണെങ്കിലും നിന്റെ ഫോട്ടോസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഓരോരുത്തർ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഹാരിക, ഈ പിക്ക് കണ്ടോ? കൊള്ളാമോ? നന്നായിട്ടുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ശരിക്കും കൊള്ളാം. ആ ലൊക്കേഷനും ഗ്രീനറി അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. നിന്റെ മൊബൈലിൽ എടുത്ത പിക്സും വളരെ നന്നായി വന്നിട്ടുണ്ട്. അതല്ല, നമ്മൾ പിക്സ് അപ്ലോഡ് ചെയ്തു. വൈഷ്ണവ് എന്താ ചെയ്യാത്തെ? ഷനു, വൈഷ്ണവ് എന്ന് ഓഫ് ആണെന്ന് പറഞ്ഞോ? ആ, ഫാമിലി ഗാദറിംഗ് എന്നാ പറഞ്ഞേ. അതുകൊണ്ട് ട്യൂസ്ഡേ വരെ വരില്ല. വൈൻ ഷോപ്പ് ഉള്ളവർക്ക് ഫാമിലി ഗ്യാതറിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ വള്ളംകളി തന്നെ ആയിരിക്കും നടക്കുന്നത്. എനിക്ക് ആ മദ്യത്തിന്റെ കൂടെ ഒഴുകണം.
നീ എവിടെയാ വൈഷ്ണവി? ഒന്ന് സംസാരിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഫാമിലിയുടെ കൂടെ ആയിരിക്കും. ഗുഡ്. കോഡിൽ ചെറിയ കറക്ഷൻസ് ഉണ്ട്, അത് ഞാൻ ചെക്ക് ചെയ്തോളാം. ഗുഡ് ഇംപ്രൂവ്മെന്റ്. താങ്ക് യു. വൈഷ്ണവി, ആ? എല്ലാവരും എടുത്ത പിക്സ് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തല്ലോ. നിന്റെ ഫോണിലുള്ളത് കൂടി ഒന്ന് അയക്കോ? എനിക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് അറിയില്ല. നീ ഒന്ന് ചെയ്യോ? ശരി, ഫോണിങ് എടുക്ക. അല്ല പിന്നെങ്ങനെയാ? എൻ്റെ ഫോണിന് പിന്നൊന്നും വേണ്ട, ജസ്റ്റ് ലോക്ക് ബട്ടൺ സ്വൈപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണോ? ഫോണിന് പിന്നില്ലെന്നോ? കൊള്ളാലോ. അല്ല പിന്നില്ലെങ്കിൽ കുഴപ്പമില്ലേ? ഞാനേ നിങ്ങളെപ്പോലെ അത്ര പ്രൈവറ്റ് അല്ല. ഓക്കെ, താങ്ക് യു. വൈഷ്ണവി, വാച്ച് നന്നായിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ചതാ. ബെസ്റ്റ് ഫ്രണ്ട്? നല്ല എക്സ്പെൻസീവ് വാച്ച് പോലെ ഉണ്ടല്ലോ. ആ, ഞാൻ തന്നെ ഷോക്കായി. 18K. ഫ്രണ്ടിന് 18K ഗിഫ്റ്റ് കൊടുത്തു. അതത്ര ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ആ, ദൈവമേ, പറയല്ലേ, ഷനു പറയല്ലേ. അല്ലേ? ഇപ്പൊ ഞാനും ഷനു ബെസ്റ്റ് ഫ്രണ്ട്സാ അല്ലേ ഷനു? അതെ, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. എന്താ ഞങ്ങളെക്കാളും വലിയ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഷനുനും നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാനും. അതെ. ഷനു, ഉം. എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ എന്താടാ ഇവിടെ നടക്കുന്നത്? ഭ്രാന്ത് പോലെ സ്നേഹിച്ചിട്ട് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. നീയും അതിനൊപ്പം തുള്ളുവാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? അവൾ എന്നെ ഫ്രണ്ടായിട്ടല്ലേ കാണുന്നത്. ഞാൻ പ്രപ്പോസ് ചെയ്ത അവൾ പിന്നെ എന്നോട് മിണ്ടില്ലെന്ന് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് ഫ്രണ്ടായിട്ട് നിന്ന് പ്രണയത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. നിനക്കറിയാലോ ഹാരിക, ഈ ലവ് ഒന്നും എനിക്ക് സെറ്റ് ആവില്ലാന്ന്. നിങ്ങളല്ലേ അവൾ നമ്മുടെ ടീമിലേക്ക് ഒന്ന് നന്നായിരിക്കുമെന്ന് പറഞ്ഞത്. അന്ന് നീ വൈഷ്ണവി എനിക്ക് വീഴുമെന്ന് ചോദിച്ചപ്പോൾ നീ നല്ലതല്ലേ, നിനക്ക് നല്ല ജോബുണ്ട്, ഏത് പെണ്ണ് വീഴുമെന്നല്ലേ പറഞ്ഞത്. ഞാൻ നല്ലവനൊക്കെ തന്നെയാണ് ഹാരിക, വൈഷ്ണവി നന്നായിട്ട് നോക്കുകയും ചെയ്യും. പക്ഷെ അവൾക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്നത്. ഹാരിക, ഒരു പയ്യൻ ഒരു പെണ്ണിനെ പ്രണയിച്ചാൽ പിന്നെ അവളെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റില്ല. ഇനി അങ്ങനെ പറഞ്ഞാലും അത് കള്ളമായിരിക്കും. വൈഷ്ണവി എൻ്റെ പ്രണയം മാത്രമല്ല, എൻ്റെ ലൈഫ് പാർട്ട്ണറാ. ഒരു ദിവസം അവൾ ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ അവൾ എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യും. എനിക്കതിൽ വിശ്വാസമുണ്ട്.